ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ 2024 RPF SI എക്സാമിന് നമ്മുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു ചോദ്യങ്ങളുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ RPF SI എക്സാമിന് ഇപ്പോൾ ചോദിച്ച ചോദ്യമാണ്. പക്ഷേ ഇതിൽ നമ്മൾ കാണുന്ന ഒരു 99% ചോദ്യങ്ങളും ഇതേ വർഷം തന്നെ SSCയുടെ സീരീസിന് എന്താണ് ചോദിച്ചുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഇതേ പാറ്റേൺ അല്ലെങ്കിൽ ഇതേ ടോപ്പിക്ക് ബേസ് ചെയ്ത് ഈ വർഷത്തെ തന്നെ CGL CHSL MTS നമ്മൾ അതിൻ്റെ തന്നെ ഹിസ്റ്ററി ചോദ്യങ്ങൾ എടുത്ത് വെച്ച് നോക്കിയാൽ കാണാം എല്ലാ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. സോ നമ്മളിൽ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇനി വരാൻ പോകുന്ന നമ്മുടെ RRB NTPC എക്സാമിനും ഇതേ പാറ്റേൺ തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ വർഷം തന്നെ കഴിഞ്ഞ CGL CHSL MTS അപ്പോൾ ഇതാ ഈ കഴിഞ്ഞ RPF എക്സാമിൻ്റെ അതേ പാറ്റേണിൽ തന്നെയായിരിക്കും നമുക്ക് ഈ വർഷവും എന്താണ് NTPC എക്സാമിനും എന്ത് വരാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ്. ഒരു ഉദാഹരണം ഞാൻ ഹിസ്റ്ററി എടുത്തെന്നുള്ളൂ. എല്ലാ സബ്ജക്റ്റും ഇതുപോലെ തന്നെയാണ്, ഇതേ പാറ്റേണിലാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യനോട്ട് പോയാലോ. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ചോദ്യം ഇതാണ്: കുത്തുബുദ്ദീൻ ഐബക്ക് വാസ് ഫൗണ്ട് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഔട്ട്ഡോർ സ്പോർട്സ്? ഏത് ഔട്ട്ഡോർ സ്പോർട്സ് ആണ് കുത്തുബുദ്ദീൻ ഐബക്ക് കണ്ടെത്തിയത്? ഏത് ഔട്ട്ഡോർ സ്പോർട്സ് ആണ്? നമുക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റും. കാരണം എന്താ, നമ്മുടെ ഈ കുത്തുബുദ്ദീൻ ഐബക്ക് നമ്മുടെ ഡൽഹിയിലെ ഫസ്റ്റ് സുൽത്താനാണല്ലേ ഈ കുത്തുബുദ്ദീൻ ഐബക്ക്. പുള്ളി എങ്ങനെയാണ് മരിച്ചത്? പുള്ളി മരിച്ചത് നമുക്കറിയാം. പുള്ളി മരിച്ചത് പോളോ കളിക്കിടെ അല്ലേ. പോളോ എങ്ങനെയാണ് കളിക്കുന്നത്? കുതിരപ്പുറത്തിരുന്ന് ബോൾ കിട്ടുന്നൊരു ഗെയിമാണ് അല്ലേ. അങ്ങനെ പോളോ കളിക്കിടെ കുതിരയുടെ മുകളിൽ നിന്നും താഴെ വീണാണ് ആര് മരിച്ചത്? കുത്തുബുദ്ദീൻ ഐബക്ക് മരിച്ചത് അല്ലേ. സോ ആ ഒരു ഐഡിയ വെച്ച് നമുക്ക് ഇതിൻ്റെ ആൻസർ എടുക്കാം അല്ലേ. ഏതാ? പോളോ. ആൻസറേ പോളോയാണ് അല്ലേ. അതുപോലെ പോളോ ഒരു ടീം മാച്ചാണ് അല്ലേ. ഒരു പോളോ ടീമിൽ എത്ര പേരുണ്ട്? 4 മെമ്പേഴ്സാണ് വരുന്നത് അല്ലേ. ഒരു പോളോ ഗെയിമിൽ എത്ര? 4. അതിപ്പം വാട്ടർ പോളോ ആണെങ്കിലോ, നമ്മൾ പല തവണ ഡിസ്കസ് ചെയ്യുന്ന വാട്ടർ പോളോ ആണെങ്കിൽ എത്ര പേര്? 7 പേര് വരും അല്ലേ. സോ അത് കണ്ടെത്തിയ ഡൽഹി സുൽത്താൻ ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്കാണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ കുത്തുബുദ്ദീൻ ഐബക്ക് എങ്ങനെയാണ് മരിച്ചത്? പോളോ കളിക്കിടെ കുതിരയുടെ മുകളിൽ നിന്ന് വീണാണ് മരിച്ചത് അല്ലേ. സോ നമ്മുടെ ചാപ്റ്റർ മിഡീവൽ ഇന്ത്യയിലെ ഡൽഹി സുൽത്താനേറ്റ് ആണ് അല്ലേ. സോ കൃത്യമായി പഠിച്ചു വെക്കുക. NTPC എക്സാമിന് മസ്റ്റായിട്ടും ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് ഡൽഹി സുൽത്താനേറ്റ്. കാരണം ഈ വരുന്ന വർഷം തന്നെ CGL CHSL MTS ഈ 3 എണ്ണത്തിലും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഇതിൻ്റെ ഒരു വീഡിയോ സെഷൻ ചെയ്തിട്ടുണ്ട്. പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ട്. ആ ക്ലാസ് കണ്ടാൽ തന്നെ ഒരു 99% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: ഹൂ എമംഗ് ദ ഫോളോയിങ് നാഷണൽ റീഡേഴ്സ് ഫൗണ്ടഡ് ദി ഫോർവേഡ് ബ്ലോക്ക് ഇൻ ദ ഇയർ 1930? ഒരുപാട് തവണ കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷങ്ങളിലുമായി ധാരാളം തവണ റിപ്പീറ്റഡ് ചോദിച്ചുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന സംഘടന. അത് രൂപീകരിച്ച വർഷം 1939. അത് ഏത് നാഷണൽ ലീഡറാണ് എന്ത് ചെയ്തത്? രൂപീകരിച്ചത്? യെസ്, നമുക്കറിയാം, ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസ് ആണ് അല്ലേ. നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്ന് പുറത്തുപോയി അല്ലേ. നമ്മൾ INCയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അവിടെ ഇത് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് അല്ലേ. നമ്മുടെ INCയുടെ ഏതൊക്കെ സെഷനിലാണ് സുഭാഷ് ചന്ദ്ര ബോസ് പ്രസിഡന്റ് ആയിരുന്നത്? ഹരിപുര സെഷനും ത്രിപുരി സെഷനും അല്ലേ. ഇതിൽ ത്രിപുരി സെഷനിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനവും INCയുടെ സ്ഥാനമെല്ലാം ഉപേക്ഷിച്ചു പോയാണ് 1939. കാരണം ഇത് വർഷങ്ങൾ ഏതൊക്കെയാണ്? ഹരിപുര 38, ത്രിപുരി 39. INC പുറത്തു പോയാണ് ഫോർവേഡ് ബ്ലോക്ക് എന്നൊരു സംഘടന ആര് രൂപീകരിച്ചത്? നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസ് രൂപീകരിച്ചത്. സോ അത് ഏത് വർഷം? 1939. സംഘടനയുടെ പേര് ഫോർവേഡ് ബ്ലോക്ക്. ഒരുപാട് തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഈ പാറ്റേൺ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ഇതൊരു സംഘടനയാണ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സംഘടനകളിൽ നിന്നും നമുക്ക് മെയിനായിട്ടും 3 പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 1, സംഘടനയുടെ പേര്. 2, ആരാണ് ഫൗണ്ടർ. 3ാമത്തത് ഏത് വർഷം രൂപീകരിച്ചു. പിന്നെ ചിലയിലൊക്കെ ആണെങ്കിൽ പ്ലേസ് കൂടെ നോക്കണം, എവിടെ രൂപീകരിച്ചു, സ്ഥലം കൂടി നമ്മൾ നോട്ട് ചെയ്യണം.
ഓക്കെ, സോ മെയിൻലി ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ഓർഗനൈസേഷൻ എന്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ സ്ഥിരമായി എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു സംഘടനയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഘടന. ഒരു പ്രധാനപ്പെട്ട എന്താണ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, അടുത്ത സ്ലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബാറ്റിൽ വാസ് ഫൗണ്ട് ഇൻ ദ ഇയർ 1191 AD? ഒരുപാട് തവണ റിപ്പീറ്റഡ് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആണ് അല്ലേ. പാറ്റേൺ പിന്നെ പറയണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട്. യുദ്ധങ്ങളാണ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, യുദ്ധങ്ങളാണ് നമ്മുടെ പഠിക്കേണ്ട പാറ്റേൺ എന്തൊക്കെയാ. ഫസ്റ്റ് വർഷം അല്ലേ, സെക്കൻഡ് ഹൂ vs ഹൂ, ആരൊക്കെ തമ്മിൽ. ഇതാണ് യുദ്ധങ്ങൾ ബേസ് നമ്മൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ അല്ലേ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് വർഷം 1191 അല്ലേ. ഇവിടെ 1191 ആണെങ്കിൽ അത് ഏത് യുദ്ധമാണ്? അത് നമ്മുടെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ ആണല്ലേ, ഒന്നാം തറൈൻ യുദ്ധം. സോ ഓപ്ഷൻ എ ആണല്ലേ, ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ 1191. അത് ആരൊക്കെ തമ്മിലാ? നമ്മുടെ മുഹമ്മദ് ഗോറി vs ആര്? നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ അല്ലേ. മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലായിരുന്നു ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ. ഏത് വർഷം? 1191 എന്ന് പറയുന്നു അല്ല. ഒരു പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണല്ലേ. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപത്ത്, അത് ഏത് വർഷമാണ്? ഒന്നാം പാനിപത്ത് യുദ്ധം. അത് 1526 അല്ലേ, 1526. അത് ആരൊക്കെ തമ്മിലായിരുന്നു? നമ്മുടെ ബാബറും അല്ലേ, ബാബറും ആരും തമ്മിൽ? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ അല്ലേ. ബാബറും ഇബ്രാഹിം ലോധിയും. ഏത് യുദ്ധം? ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപത്ത്. പിന്നെ ചന്ദാവാർ യുദ്ധം, ചന്ദാവാർ 1194 ആണ് അല്ലേ. നമ്മുടെ ഈ തറൈൻ യുദ്ധം കഴിഞ്ഞിട്ട് മുഹമ്മദ് ഗോറി തന്നെ ചെയ്തൊരു യുദ്ധമാണ് അല്ലേ. ഗോറി വി എസ് ആരാടാ? മുഹമ്മദ് ഗോറിയും നമ്മുടെ ഗഹണ്ടവാല ഡൈനാസ്റ്റിയിലെ ജയചന്ദ്രനും തമ്മിൽ നടന്ന യുദ്ധം അല്ലേ. ജയചന്ദ്രൻ അല്ലേ, ഗഹണ്ടവാല. നമ്മൾ മെഡീവലിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അവിടെ ഈ ക്വസ്റ്റ്യൻ ഇതൊക്കെ ഉണ്ട്. ചണ്ടാവ. അതുപോലെ ഹാൽഡിഗഡ്. ആരൊക്കെ? ഫസ്റ്റ് വർഷം ഹാൽഡിഗഡ് 1576 അല്ലേ. ആരൊക്കെ? അക്ബർ. നമ്മുടെ അക്ബർ vs ആര്? മഹാറാണ പ്രതാപ്. അക്ബറും റാണ പ്രതാപും തമ്മിൽ ഏത് യുദ്ധം? ഹാൽഡിഗഡ്. സോ ഞാൻ പറയില്ല, ഇതൊരു യുദ്ധമാണ്. നമ്മൾ മെയിനായും പഠിക്കുക വർഷം, അതുപോലെ തന്നെ ആരൊക്കെ തമ്മിലാണ്. ഇതൊരിപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. SSCPയിലൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് തറൈൻ യുദ്ധം. 1191 ഇനി 1192 ഉണ്ടല്ലേ, രണ്ടാം തറൈൻ യുദ്ധം. ഇവർ തമ്മിൽ നടന്ന രണ്ടാമത്തെ യുദ്ധം, രണ്ടാം തറൈൻ യുദ്ധം 1192. 1191ഉം 1192. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം നോക്കാം. Who among the following religious and social reformer contributed in the abolition of sati in the 1929? എത്ര തവണ അല്ലേ സതി, അബോളിഷ്മെന്റ് ഓഫ് സതി. ഒരുപാട് തവണ PVQ ചോദിച്ചുള്ള ചോദ്യമാണല്ലേ സതി എന്ന് പറയും. നമ്മൾ സതി നിരോധിച്ച വർഷം ഏതാ? 1900 അല്ല, 1829 കേട്ടോ. മിസ്റ്റേക്ക് ആണ്. 1829 വർഷം 1829 ആരാണ് സതി നിരോധിച്ചത്? ആരാണ് സതി നിരോധിച്ചത്? അല്ലടാ നമ്മുടെ ആരാണ്? രാജാറാം മോഹൻ റോയ്. ആക്ച്വലി സതി നിരോധിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ശരിക്കും ആരാ? നമ്മുടെ അന്നത്തെ ബംഗാളിൻ്റെ ഗവർണർ ജനറലായ വില്യം ബെൻഡിക് ആണ് അല്ലേ. പക്ഷേ ബെൻഡിക്കിനെ നിരോധിക്കാൻ സഹായിച്ച സോഷ്യൽ റിഫോമർ, നമ്മുടെ ചോദ്യം അതാ, സോഷ്യൽ റിഫോമർ ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ രാജാറാം മോഹൻ റോയ് കേട്ടോ. നിരോധിച്ചത് ശരിക്കും രാജാറാം മോഹൻ റോയ് അല്ല. നിരോധിച്ചത് ആരാണ്? അന്നത്തെ ബ്രിട്ടീഷിൻ്റെ ബംഗാളിൻ്റെ ഗവർണർ ജനറലായ വില്യം ബെൻഡിക്കും. അത് നിരോധിക്കാൻ കാരണക്കാരനായ സോഷ്യൽ റിഫോമർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? രാജാറാം മോഹൻ റോയ്. ഏത് വർഷം? 1829. അതുപോലെ രാജാറാം മോഹൻ റോയുടെ സംഘടനയ്ക്കും നല്ലൊരു പങ്കുണ്ടല്ലേ. 1828 നമ്മുടെ ഏത് ബ്രഹ്മസമാജം അല്ലേ, നമ്മുടെ ബ്രഹ്മസമാജം എന്ന സംഘടന അല്ലേ. രാജാറാം മോഹൻ റോയ് 1828 രൂപീകരിച്ച സംഘടനയാണ് ഏത്? നമ്മുടെ ബ്രഹ്മസമാജം. ആ സംഘടനയ്ക്കും വലിയൊരു പങ്കുണ്ടല്ലേ. എന്തിന്? നമ്മുടെ ഈ സതി നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇതിലൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഓപ്ഷൻ എ, നമ്മുടെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഇതും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഈ സതി നിരോധിക്കാൻ കാരണക്കാരനായ സോഷ്യൽ റിഫോമറാണ് രാജാറാം മോഹൻ റോയ്.
ഈ സതി നിരോധിച്ചതിന് ശേഷം പിന്നെ ഇന്ത്യയിൽ വിഡോസ് ഒരുപാട് വന്നു. കാരണം നമുക്കറിയാം സതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദു മതപ്രകാരം ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം. അത് ഫോഴ്സ്ഫുള്ളി ചെയ്തേ പറ്റൂ. പക്ഷേ 29 നിരോധിച്ചതിന് ശേഷം ഇന്ത്യയിൽ ആര് വന്നു? ഹിന്ദു മതത്തിൽ വിധവകൾ വന്നു. ഈ വിധവകൾക്ക് ഒരു പുനർവിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനുമതി ഇന്ത്യയിൽ ഇല്ലായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു അനുമതി ഇന്ത്യയിൽ കിട്ടിയത് 1856 1856 ഹിന്ദു വിഡോ റീ മാരേജ് ആക്ട് പ്രകാരമാണ് കേട്ടോ. ഹിന്ദു വിഡോ റീ മാരേജ് ആക്ട് 1856. ഈ ഒരു നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ഹിന്ദു മതത്തിലെ സ്ത്രീകൾക്ക് എന്താണ് പുനർവിവാഹം അനുവദിച്ചത്. ആ ആക്ട് അനുവദിക്കുന്നതിന് വേണ്ടി കേട്ടോ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ഒരു സോഷ്യൽ റിഫോമറാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. കാരണം ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് പാസ്സാക്കുന്നതിന് ഒരു പ്രധാന കോൺട്രിബ്യൂഷൻ നടത്തിയ സോഷ്യൽ റിഫോമർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ് കേട്ടോ. സോ ഈ കണക്ഷനാണ് കേട്ടോ. സതി നിരോധിക്കാൻ കാരണക്കാരൻ രാജാറാം മോഹൻ റോയി. സതിയുടെ നിരോധനത്തിന് ശേഷം ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് പാസ് ചെയ്യുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിച്ച സോഷ്യൽ റിഫോമറാണ് ആര്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. ദ സൈനറ്റീസ് ഓഫ് ദി പൂന പാക്ട് ആർ ദി മഹാത്മാഗാന്ധി ആൻഡ് പൂന പാക്ട്. ഒരുപാട് തവണ കണ്ടുള്ള ഒരു PVQ ചോദ്യമാണ് അല്ലേ. നമ്മൾ 2 പാക്റ്റാണ് പഠിക്കുന്നത് അല്ലേ. 1931 ഏതാക്ട്? ഗാന്ധി ഇർവിൻ പാക്റ്റും അല്ലേ. അതുപോലെ മറ്റൊന്നാണ് 1932 പൂന പാക്ട് അല്ലേ. 1931 ഗാന്ധിജിയും അന്നത്തെ വൈസ്രോയായ ഇർവിനും തമ്മിൽ ഒപ്പുവെച്ച ഗാന്ധി ഇർവിൻ പാക്ട്. അത് 31. പൂന പാക്ട് ഏത് വർഷം? 32 അല്ലേ. അത് ആരൊക്കെ തമ്മിലാ? ഗാന്ധിജിയും നമ്മുടെ ഓപ്ഷനിൽ ആരാ? അംബേദ്കറും തമ്മിൽ അല്ലേ. നമ്മൾ ഒരുപാട് തവണ ക്ലാസ്സിലും PVQ കൂടിയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പൂന പാക്ട് ആരൊക്കെ തമ്മിൽ? ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ 1932 ഒപ്പുവെച്ച സന്ധിയാണ് ഏത്? പൂന പാക്ട്. 32. 31 ഏതാ? 31 ഗാന്ധി ഇർവിൻ പാക്ട്. 31, 32 പൂന പാക്ട് അല്ലെ. ഒരുപാട് നമ്മൾ ഡിസ്കസ് ഉള്ള ചോദ്യമാണ്. സോ കൃത്യമായി പഠിച്ചിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നവർക്ക് ഭാഗ്യമുണ്ട്. 99% അവർക്ക് എന്തിനടുത്ത എക്സാമുകൾ കിട്ടും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ കിട്ടും. അതങ്ങനെ തന്നെയാണ്. കാരണം ഇതെല്ലാം നിങ്ങൾ നോക്കിയാണ്, ഇതെല്ലാം മുൻവർഷത്തെ ചോദ്യങ്ങളാണ്. പല സീരിയസിലും CGL-ലും CSL-ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ RPF-ൻ്റെ SI എക്സാമിനും ചോദിച്ചിരിക്കുന്നത്. ഇതിനടുത്ത ക്വസ്റ്റ്യൻ. Who among the following formed the Ghadar Party to organize a rebellion against the British government of India in the USA? Yes, previous year PVQ തന്നെയാണ് അല്ലേ. ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഗദാർ പാർട്ടി എന്ന് പറയുന്നത് അല്ലേ. പല പാറ്റേണിൽ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഗദാർ പാർട്ടി രൂപീകരിച്ച വർഷം 1913 അല്ലേ. കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗദാർ പാർട്ടി ഏത് വർഷം രൂപീകരിച്ചു? 1913. എവിടെ രൂപീകരിച്ചു? അമേരിക്കയിൽ. അമേരിക്കയിൽ എവിടെ ഹെഡ്ക്വാർട്ടേഴ്സ്? സാൻ ഫ്രാൻസിസ്കോ. PVQ. വേർ ഇസ് ദി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഗദാർ പാർട്ടി? ഗദാർ പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എവിടെയാ? സാൻ ഫ്രാൻസിസ്കോ. ഇപ്പം ഈ തവണ ചോദിച്ചത് ആ സംഘടന രൂപീകരിച്ചത് ആരാണ്? ആരാണ് രൂപീകരിച്ചത്? ഓപ്ഷൻ ഡി ലാലാ ഹർദയ അല്ലേ. ലാലാ ഹർദയലാണ് ഗദാർ പാർട്ടിയുടെ സ്ഥാപകൻ. ഏത് വർഷം? 1913 ഇത് രൂപീകരിച്ചത്. എവിടെയാ? അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് രൂപീകരിച്ചത്. അമേരിക്കയിൽ എവിടെയാണ്? സാൻ ഫ്രാൻസിസ്കോയിൽ. ഏത് വർഷം? 1913 ഗദാർ പാർട്ടി രൂപീകരിച്ചത് കേട്ടോ. 1913. സോ അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും, വേർ ഇസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഗദാർ പാർട്ടി? എവിടെയാണ്? സാൻ ഫ്രാൻസിസ്കോ കേട്ടോ. അതുപോലെ ഈ ഗദാർ പാർട്ടി ആദ്യത്തെ സെക്രട്ടറി, ഫൗണ്ടറും കൂടിയാണ്, ആദ്യത്തെ സെക്രട്ടറി കൂടിയാണ് ആര്? ലാലാ ഹർദയയിൽ. കാരണം ആദ്യത്തെ പ്രസിഡന്റിന്റെ പേര് ഒരിക്കലും ചോദിച്ചിട്ടുണ്ട് ഒരു എക്സാമിന്. ഗദാർ പാർട്ടിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റിന്റെ പേരാണ് സോഹൻ സിംഗ് ബക്ന. സോഹൻ സിംഗ് ബക്നയാണ് ഗദാർ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഗദാർ പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? സോഹൻ സിംഗ് ബക്നയാണ്. ആദ്യത്തെ സെക്രട്ടറി ആണ് ആര്? ലാലാ ഹർദയ. എവിടെയാണ് രൂപീകരിച്ച സ്ഥലം? അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ. ഏത് വർഷം?
1913 രൂപീകരിച്ചത്. ഓക്കെ, അടുത്ത ദിവസത്തോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് സോഷ്യൽ റിഫോമർ ഓഫ് ബംഗാൾ ഏണസ്റ്റ്ലി ഫോർട്ട് ഫോർ വിഡോ റീമാരേജ് ആൻഡ് ഗേൾസ് എഡ്യൂക്കേഷൻ? നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് അല്ലേ. വിഡോ റീമാരേജിന് പ്രധാനമായും അല്ലേ കോൺട്രിബ്യൂഷൻ നടത്തിയ സോഷ്യൽ റിഫോമർ ആരാണ്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആരാണ്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ് വിഡോ റീമാരേജ് ഏത് വർഷമാണ്? 1856 അല്ലേ. 1856 വിഡോ റീമാരേജ് ആക്ടിന് ഒരു പ്രധാന പങ്ക് വഹിച്ച സോഷ്യൽ റിഫോമറാണ് ആര്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയർ വാസ് ദി ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫോംഡ്? അല്ലെ, എത്ര വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ച PYQ? വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആണ്. PYQ മാത്രമല്ല, റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അഗെയിൻ ഇതൊരു ഓർഗനൈസേഷനാണ്, നമ്മൾ പഠിക്കുന്നതാണ് INC-യും മുസ്ലിം ലീഗും. അല്ലെ, ഒരു പ്രധാനപ്പെട്ട നമ്മൾ എപ്പോഴും പഠിക്കുന്ന രണ്ട് സംഘടനയാണ് INC മുസ്ലിം ലീഗും. INC എപ്പോഴാണ് രൂപീകരിച്ചത്? 1885 ഡിസംബർ 28 അല്ലേ. അറ്റ് എവിടെയാ? ബോംബെയിൽ വെച്ച് അല്ലേ. ആരാ സ്ഥാപകൻ? AO ഹ്യൂം അല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മുസ്ലിം ലീഗ് എന്ന 1906 ഡിസംബർ 30 അല്ലേ. സോ ആൻസർ ഓപ്ഷൻ C 906 അല്ലേ. 1906 ഡിസംബർ 30 രൂപീകരിച്ചത്. എവിടെ? അറ്റ് ധാക്കയിൽ, നമ്മുടെ ഇന്നത്തെ ബംഗ്ലാദേശിന്റെ ക്യാപിറ്റലായ ധാക്കയിൽ വെച്ചാണ് 1906 ഡിസംബർ 30 രൂപീകരിച്ചത്. ആരൊക്കെയാ സ്ഥാപകർ? അഗാഖാനും നവാബ് സലീമുള്ളയും. കേട്ടോ, അഗാഖാനും നവാബ് സലീമുള്ളയും ചേർന്നാണ് എന്ത് രൂപീകരിച്ചത്? നമ്മുടെ മുസ്ലിം ലീഗ്. ഏത് വർഷം? 1906 ഡിസംബർ 30 രൂപീകരിച്ചത്. കേട്ടോ, ഫൗണ്ടേഴ്സ് ആരൊക്കെ? അഗാഖാനും നവാബ് സലീമുള്ളയും ചേർന്നു. കേട്ടോ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. INC-യും അതുപോലെയാണ്. INC-യും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ വർഷം തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ കാണാൻ പറ്റും. CGL-ലും CS-ലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച വർഷവും സ്ഥാപകനും എവിടെയൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. എൻ്റെ അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് ഫൗണ്ടഡ് ദി സത്യശോധക് സമാജ് ഇൻ 1873? എടാ, SSC എക്സാമിന് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ള വീണ്ടും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷം തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് തവണ CGL CS-ലൊക്കെ ചോദിച്ചതാണ് സത്യശോധക് സമാജ് എന്ന് പറയുന്നത്. കുറേ ലൈവ് സെഷനിലൊക്കെ ഞാൻ എടുത്തിട്ടുള്ള ഒരു സാധനം കൂടിയാണ് ഈ ക്വസ്റ്റ്യൻ. സത്യശോധക് സമാജം ഫസ്റ്റ് ഓഫ് ഓൾ സംഘടനയല്ലേ, വർഷം തന്നിട്ടുണ്ട്. ഏത് വർഷം? 1873 അല്ലേ. 1873 നമ്മുടെ പൂനെയിൽ രൂപീകരിച്ച ഒരു സംഘടന ആണ് സത്യശോധക് സമാജം. ആരാണ് സ്ഥാപകൻ? യെസ്, ഓപ്ഷൻ C ജ്യോതിറാവു ഫൂലെ അല്ലേ. എത്ര വട്ടം നമ്മൾ കണ്ട ചോദ്യമാണ്. ജ്യോതിറാവു ഫൂലെ, ദ ഫൗണ്ടർ ഓഫ് സത്യശോധക് സമാജം. എവിടെയാ? പൂനെയിലാണ് രൂപീകരിച്ചത് കേട്ടോ. അതുപോലെ ഇദ്ദേഹം എഴുതിയൊരു ബുക്കുണ്ട്, നമ്മുടെ ജ്യോതിറാവു ഫൂലെ എഴുതിയൊരു ബുക്കാണ് ഗുലാം ഗിരി എന്നൊരു ബുക്ക്. അതൊരു ഇമ്പോർട്ടൻറ്റ് ബുക്കാണ്, പ്രീവിയസ് ഇയർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗുലാം ഗിരി ആരുടെ ബുക്കാണ്? ജ്യോതിറാവു ഫൂലെ എഴുതിയ ഒരു ബുക്കാണ് ഗുലാം ഗിരി കേട്ടോ. അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് സത്യശോധക് സമാജം എന്ന് പറയുന്നത്. ഏത് വർഷം? 1873 ഇത് രൂപീകരിച്ചത്. 1873 സത്യശോധക് സമാജം രൂപീകരിച്ചത്. ആരാ ഫൗണ്ടർ? ജ്യോതിറാവു ഫൂലെ. എവിടെയാണ് രൂപീകരിച്ച സ്ഥലം? പൂനെയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ സംഘടന കൃത്യമായി പഠിക്കുക കേട്ടോ. സത്യശോധക് സമാജം, ആര്യ സമാജം, അതുപോലെ ബ്രഹ്മസമാജം, നേരത്തെ ബ്രഹ്മസമാജം, അതുപോലെ പ്രാർത്ഥനാ സമാജം കേട്ടോ. ഇതൊക്കെ സ്ഥിരം ചോദ്യം. അതുപോലെ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ രാമകൃഷ്ണ മിഷൻ, ഇതൊക്കെ ഈ പാറ്റേൺ ക്വസ്റ്റ്യൻ ചോദിക്കും. എവിടെ, ഏത് വർഷം, ആരെന്നുള്ളത് കേട്ടോ. സോ ഒരു ഇമ്പോർട്ടൻറ്റ് പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് ചോദിക്കുന്നത്. ഈ ആര്യ സമാജ്, പ്രാർത്ഥനാ സമാജ്, അതുപോലെ രാമകൃഷ്ണ മിഷനൊക്കെ കേട്ടോ. ഒന്നല്ലെങ്കിൽ അവർ ചോദിക്കും വർഷം, അല്ലെങ്കിൽ ആരാണ് ഫൗണ്ടർ. ഓക്കെ, ചില അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച്
ഓഫ് ദി ഫോളോയിങ് സെഷൻ ഓഫ് INC ഡിഡ് ഇറ്റ് സ്പ്ലിറ്റ് ഇൻ ടു ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്? INCയുടെ നമ്മളൊരു PVQ സെഷൻ ചെയ്തതാണ്. അവിടെ ഈ ക്വസ്റ്റ്യൻ അതേപാടി ചോദിച്ചിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇതിപ്പോൾ എന്താ RPF എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ആ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഒരു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് ചെയ്തതാണ്. അല്ലെ INCയുടെ ക്വസ്റ്റ്യൻസ് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ കാണാം, മോഡറസ്റ്റ് എക്സ്ട്രീമിസ്റ്റായി INC പിരിഞ്ഞത് ഏത് വർഷം, ഏത് സെഷൻ എന്നൊക്കെ അല്ലേ? ഏത് വർഷമാടാ? 1907. എവിടാ? സൂരറ്റ് സ്പ്ലിറ്റ് അല്ലേ? സംഭവം ഏതാ? ഓപ്ഷൻ ബി അല്ലേ? 1907 സൂരറ്റ് സെഷനിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായി എന്ത് ചെയ്യുന്നത്, പിരിയുന്നത് അല്ലേ? സൂരറ്റ് സെഷൻ അല്ലേ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആണ്. ഇതൊക്കെ ആദ്യമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓക്കെ നമുക്ക് പറയാം. പക്ഷെ ഇതൊക്കെ എന്താ, എത്രയോ വട്ടം റിപ്പീറ്റഡ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 1907 സൂരറ്റ് സെഷൻ. ആരാ പ്രസിഡന്റ്? റാഷ് ബിഹാരി ഘോഷ് അല്ലേ? നമ്മുടെ റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു ആ സെഷൻ്റെ എന്തെന്ന് പറയുന്നത്, പ്രസിഡന്റ് എന്ന് പറയുന്നത് അല്ലേ? സോ INC ഒരു പ്രധാനപ്പെട്ട മോഡേൺ ഹിസ്റ്ററിയിലെ ഒരു ചാപ്റ്ററാണ്. അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് നിങ്ങൾ കണ്ടുപോയാൽ മതി. 99% ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 99, 1% അവർ എവിടെ നിന്നും പുതിയൊരു ക്വസ്റ്റ്യൻ കണ്ടെത്തി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ 99% നമുക്ക് ആ ഒരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, കിട്ടുന്നതാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രീവിയസ് ബേസുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളതെല്ലാം അതിൽ ചെയ്തിട്ടുള്ള. സോ ഈ ക്വസ്റ്റ്യൻ അതേപാടി അവിടെ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് എസ്റ്റാബ്ലിഷ് ദി ഖിൽജി ഡൈനാസ്റ്റി? യെസ്, ഒബ്വിയസ്ലി ഡൈനാസ്റ്റി ഫൗണ്ടർ അല്ലേ? ഡൽഹി സുൽത്താനേറ്റ്. ഇതാ വീണ്ടും ചാപ്റ്റർ ഡൽഹി സുൽത്താനേറ്റ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ് അല്ലേ? ക്ലാസ് കണ്ടിട്ടുള്ളവർക്കറിയാം. നമ്മുടെ 5 ഡൈനാസ്റ്റി ഉണ്ടല്ലേ? സ്ലേവ്, ഖിൽജി, തുഗ്ലക്ക്, സൈദ്, ലോധി അല്ലേ? സോ 5 പേരുടെ ഫൗണ്ടേഴ്സ് നമ്മൾ കൃത്യമായി പഠിച്ചിരുന്നതാണ്. സോ ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകൻ ആരാടാ? അലാവുദ്ദീൻ ആണോ? അല്ല. മുബാറക് ആണോ? അല്ല. ആര്? ഓപ്ഷൻ സി, ജലാലുദ്ദീൻ ഖിൽജി. ജലാലുദ്ദീൻ ഖിൽജിയാണ് ഏത് വംശത്തിൻ്റെ? ഖിൽജി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്ന, എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറയുന്ന ഫൗണ്ടർ ആരാണ്? ജലാലുദ്ദീൻ ഖിൽജിയാണ് അല്ലേ? ദെൻ ഇതിൽ മുബാറക് ഷാ ഖിൽജി നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. ദ ലാസ്റ്റ് റൂളർ അല്ലേ? ഖിൽജിയിലെ അവസാനത്തെ റൂളർ. നോർമലി ലാസ്റ്റ് റൂളർ ഖുസ്രു ഷായാണ്. പക്ഷേ ഖിൽജി വംശത്തിൽ പെടുന്ന അവസാനത്തെ റൂളർ ആരാണ്? മുബാറക് ആണ്. പിന്നെ അതുപോലെ ഖിൽജി വംശത്തിലെ ഏറ്റവും ശക്തനായ റൂളർ അല്ലെങ്കിൽ ദ മോസ്റ്റ് ഫേമസ് റൂളർ ആരാ? അത് അലാവുദ്ദീനാണ്. പക്ഷെ അലാവുദ്ദീൻ അല്ല ഫൗണ്ടർ. ഫൗണ്ടർ ആരാ? ജലാലുദ്ദീൻ ഖിൽജിയാണ് എന്ത്? സ്ഥാപകൻ, ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? ഇതിന് അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് സുൽത്താൻ ഓഫ് ഡൽഹി? സെയിം, ഡൽഹി സുൽത്താൻ അല്ലേ? ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് കിട്ടും. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷം തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. CHSL എക്സാം, CHSL 2024 ഈ വർഷം ചോദിച്ച ചോദ്യമാണ്. ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ ഏത് ഡൽഹി സുൽത്താൻ അഡോപ്റ്റ് ചെയ്ത? ഇരുമ്പും നയവും ആരടാ? ഗിയാസുദ്ദീൻ ബാൽബൻ. ഈ വർഷം തന്നെ നിങ്ങൾ നോക്കി കാണാം. 2024 CHSL എക്സാമിന് ചോദിച്ച ചോദ്യം, ഗിയാസുദ്ദീൻ ബാൽബൻ. ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഏത് ഡൽഹി സുൽത്താൻ അഡോപ്റ്റ് ചെയ്ത പോളിസിയാണ്? ആരാണ്? ഗിയാസുദ്ദീൻ സുൽത്താൻ അല്ല, ഗിയാസുദ്ദീൻ ബാൽബൻ. നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബൻ അല്ലേ? നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയിൽ അല്ലെ, അടിമ വംശത്തിലെ ഏറ്റവും ശക്തനായ റൂളർ ആയിരുന്ന ആര്? നമ്മുടെ ബാൽബൻ അല്ലേ? നമ്മൾ ബാൽബനെ പറ്റിയൊക്കെ അവിടെ പഠിക്കുന്നതാണല്ലേ? ദിവാനെ ആരിസ് അല്ലേ? നമ്മുടെ മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഈ വർഷം തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. NTPCക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഡൽഹി സുൽത്താൻമാരുടെ മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ദിവാനെ ആരിസ് അതൊക്കെ കൊണ്ടുവന്നത് ആരാണ്? ബാൽബൻ അഥവാ ഉല്ലു ഖാൻ. ബാൽബൻ്റെ യഥാർത്ഥ പേര് ഉല്ലു ഖാൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ബാൽബൻ. അദ്ദേഹമാണ് സ്വീകരിച്ച ഒരു പോളിസിയാണ് ഏത്? പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ അല്ലേ? ബ്ലഡ് ആൻഡ് അയൺ പോളിസി. റിപ്പീറ്റഡ് ഈ വർഷം തന്നെ ചോദിച്ച റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദി ഒറിജിനൽ നെയിം ഓഫ് ഷെർഷാ സൂരി? നമ്മുടെ സൂർ ഡൈനാസ്റ്റിയുടെ അല്ലേ? നമ്മുടെ 1540 ഇന്ത്യയിൽ രൂപീകരിച്ച ഡൈനാസ്റ്റിയാണ് ആര്? സൂർ ഡൈനാസ്റ്റി. അതിൻ്റെ സ്ഥാപകനാണ് ആര്?
നമ്മുടെ ഈ ഷേർഷാ സൂരി അല്ലേ. അതുപോലെ സ്റ്റുഡൻസ് ക്യാപിറ്റൽ എവിടെയാണെന്ന് അറിയോ? അതും ചോദിക്കും. സസാരം, നമ്മുടെ ഇന്നത്തെ ബീഹാറിലെ സസാരമാണ് സൂർ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ. ആ സൂർ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറായ ഷേർഷാ സൂരിയുടെ ഒറിജിനൽ നെയിം എന്തെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ എന്താണ് ഒറിജിനൽ നെയിം? ഓപ്ഷൻ സി ഫരീദ് ഖാൻ ആണ്. ഓപ്ഷൻ സി ഫരീദ് ഖാൻ. ഫരീദ് ഖാൻ ആണ് ആര്? ഷേർഷാ സൂരി. ഉല്ലു ഖാൻ ആരാ? ഇപ്പം നമ്മൾ കണ്ടതേ ഉള്ളൂ, അതാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്തത്. ഉല്ലു ഖാൻ ആര്? നമ്മളെ ബാൽബൻ ആണല്ലേ. നമ്മളിപ്പോൾ കുറച്ച് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ബാൽബൻ്റെ യഥാർത്ഥ പേരാണ് ഉല്ലു ഖാൻ കേട്ടോ. ഫരീദ് ഖാൻ ആണ് ആര്? ഫരീദ് ഖാൻ ആണ് ഷേർഷാ സൂരി. അതുപോലെ ജുനൈ ഖാൻ ആരെന്നറിയും? ജുനാ ഖാൻ. ഈ ജുനാ ഖാൻ നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക, നമ്മുടെ തുഗ്ലക്ക് ഉണ്ടല്ലോ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ പേരാണ് ജുനാ ഖാൻ കണ്ടോ. ജുനാ ഖാൻ, ഉല്ലു ഖാൻ, ഫരീദ്. അതുപോലെ അലി ഗുർഷാപ്പ് ആരെന്നറിയാം? നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയ. നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയാണ് ഏത്? അലി ഗുർഷാപ്പ് ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. ഫരീദ് ഖാൻ ആരാ? ഷേർഷാ സൂരി. ഉല്ലു ഖാൻ ആരാ? ബാൽബൻ. ജുനാ ഖാനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ആരാ? നമ്മുടെ ബുദ്ധിമാനായ വിഡ്ഢി ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ആര്? ജുനാ ഖാൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്തൊരു ചോദ്യം, ഹു ഈസ് നോൺ ആസ് യവനരാജ്യ സതപനചാര്യ? യവനരാജ്യ സ്തപനചാര്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ ആണ്. ഇത് ആദ്യമായിട്ടാണ് ഞാനും കാണുന്നൊരു ക്വസ്റ്റ്യൻ. പക്ഷെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ വേറെ ആരും അല്ല, നമ്മുടെ കൃഷ്ണദേവരയുടെ ഒരു പേരാണ്. നോട്ട് ചെയ്യുക, ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊരു പ്രിവ്യൂക്കും അല്ല, ഇത് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അതാണ് യവനരാജ്യ സ്തപനചാര്യ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ വിജയനഗരത്തിൻ്റെ എന്താണ് ഏറ്റവും ഫേമസ് ആയ റൂളറായ നമ്മുടെ കൃഷ്ണദേവരയ്ക്ക് വിളിച്ചിരുന്ന ഒരു പേരാണ് കേട്ടോ. നമ്മുടെ കൃഷ്ണയുടെ കോർട്ടിൻ്റെ പേരെന്താ? അഷ്ടദിഗജാസ് എന്ന് പറയും അല്ലേ. നമ്മുടെ അഷ്ടദിഗജങ്ങൾ, 8 പേരടങ്ങുന്ന അഷ്ടദിഗജങ്ങൾ ആരുടെ കോർട്ടാണ്? നമ്മുടെ കൃഷ്ണദേവരയ്യ അല്ലെ. ഏ ഡൈനാസ്റ്റിയാ? വിജയനഗരം. അതും വിജയനഗരത്തിൽ ഏത് വംശത്തിലാണ് നമ്മുടെ ഈ കൃഷ്ണദേവര പറഞ്ഞത്? തുളുവ ഡൈനാസ്റ്റിയിലാണ് അല്ലേ. വിജയനഗരത്തിലെ തുളുവ വംശത്തിലെ ഒരു രാജാവാണ് ആര്? നമ്മുടെ കൃഷ്ണദേവരയ്യ അല്ലേ. അതിൽ അദ്ദേഹത്തിൻ്റെ കോർട്ടിൻ്റെ പേരാണ് അഷ്ടദിഗജങ്ങളെന്ന് പറയും. സോ നമ്മുടെ മോഡേൺ ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് വിജയനഗരം എന്ന് പറയുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട നമുക്ക് ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. മിഡീവൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യങ്ങളും റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ സെറ്റ് നമ്മൾ ചെയ്യുന്നതാണ്. സോ വരുന്ന വീക്കിൽ അത് ചെയ്യുന്നതാണ് കേട്ടോ, മിഡീവൽ ഹിസ്റ്ററിയിലെ എല്ലാം. സോ അതിൽ നമുക്ക് ഡൽഹി സുൽത്താനേറ്റും മുഗൾസും വിജയനഗരവും മറാത്തയൊക്കെ നമുക്ക് പെടുന്നതാണ് കേട്ടോ. സോ അതിൽ നമുക്ക് ഓവറോൾ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയി ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, ഡ്യൂറിങ് ഡൽഹി സുൽത്താനേറ്റ് പീരീഡ് ഹു ബ്രോട്ട് ദി ക്യാപിറ്റൽ ബാക്ക് ഫ്രം ലാഹോർ ടു ഡൽഹി? യെസ്, വീണ്ടും ചാപ്റ്റർ ഡൽഹി സുൽത്താനേറ്റ്. ഏത് സുൽത്താനാണ് തലസ്ഥാനത്തെ ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്? ആരാണ്? നമുക്കറിയാം, ഡൽഹി സുൽത്താൻമാരുടെ ഫസ്റ്റ് ക്യാപിറ്റൽ എവിടെയായിരുന്നു? ലാഹോർ ആയിരുന്നു. അത് ആരുടെ ക്യാപിറ്റലായിരുന്നു? നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്ക്. കാരണം ഡൽഹിയിലെ ഫസ്റ്റ് സുൽത്താൻ ആരാ? ഐബക്ക് അല്ലേ. അയാളുടെ ക്യാപിറ്റലായിരുന്നു ഏത്? ഈ ലാഹോർ എന്ന് പറയുന്നത് അല്ലേ. ലാഹോർ ആരുടെ ക്യാപിറ്റല? കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ ക്യാപിറ്റലാണ്. പക്ഷെ നമ്മുടെ ചോദ്യം, ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത് ആരെന്നാണ്. അത് രണ്ടാമത്തെ റൂളറായ ഇൽത്തുമിഷാണ്. സോ നമ്മുടെ ആൻസർ ഏതാ? നമ്മുടെ ആൻസർ ഇൽത്തുമിഷ് അല്ലേ. ഇതിപ്പം ലാഹോർ ആരുടെ ക്യാപിറ്റൽ? ഏത് ഡൽഹി സുൽത്താൻമാരുടെ ക്യാപിറ്റലാണ്? ലാഹോർ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാം അത് ആരുടെ മാത്രമാണ്? കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെയാണ്. പക്ഷേ ലാഹോറിൽ നിന്നും അതിനെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ ഇൽത്തുമിഷ്. സോ അതിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആരാ? ഇൽത്തുമിഷാണ്. പിന്നെയും ക്യാപിറ്റൽ മാറിയിട്ടുണ്ടല്ലേ. പിന്നെ എപ്പോഴാ? നമ്മുടെ 1327 ഡൽഹിയിൽ നിന്നും ക്യാപിറ്റൽ ഒന്ന് മാറി. എവിടേക്ക്? ദേവഗിരിയിലേക്ക് അല്ലേ. ദേവഗിരി അഥവാ വേറൊരു പേരെന്താ? ദൗലത്താബാദിലേക്ക്. ആര് മാറ്റി? നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അല്ലേ. വലിയ മണ്ടത്തരം കാണിച്ച് മാറ്റിയില്ലായിരുന്ന.
അതേ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ തിരിച്ചവിടെ കൊണ്ടുവന്നു, ദൗലത്താബാദിൽ നിന്ന് ഡൽഹി തന്നെ കൊണ്ടുവച്ചു അല്ലേ. പുള്ളി ദൗലത്താബാദിലേക്ക് കൊണ്ടുപോയി തിരിച്ച് അയാൾ തന്നെ കൊണ്ടവിടെ വെച്ചു ഡൽഹി. പിന്നെ വീണ്ടും അങ്ങോട്ട് ഡൽഹി ആയിരുന്നു. ഏറ്റവും അവസാനം ഒരിക്കൽ കൂടി ഷിഫ്റ്റായി അല്ലേ, ഡൽഹിയിൽ നിന്നും എങ്ങോട്ടേക്ക്, ആഗ്രയിലേക്ക് അല്ലേ. ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് അതാരാ ഷിഫ്റ്റ് ചെയ്തത്? അത് നമ്മുടെ സിക്കന്ദർ ഷാ ലോധി. സിക്കന്ദർ സൂര്യ അല്ല, സിക്കന്ദർ ലോധി. നമ്മുടെ ലോധി വംശത്തിലെ സിക്കന്ദർ ലോധി എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു? ആഗ്രയിലേക്ക്. കാരണം സിക്കന്ദർ ലോധിയാണ് എന്ത് കെട്ടിയത്? ആഗ്ര കെട്ടുകയും ആഗ്രയിലേക്ക് എന്തിനെ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു? ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. സോ ഇതേ ചാപ്റ്ററാണ്, ഇത് നമ്മൾ വീഡിയോ ചെയ്തൊരു ചാപ്റ്ററാണ്. ഡൽഹി സുൽത്താനേറ്റ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ വീഡിയോ കൃത്യമായി കണ്ട് നോട്ടുണ്ടാക്കി വെച്ച് കൃത്യമായി പഠിക്കുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടേ നിങ്ങൾ ഹിസ്റ്ററി ചോദിക്കുന്ന ചോദ്യം എവിടെ ആയിരിക്കും? ഡൽഹി സുൽത്താനേറ്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, അങ്കോർ വാട്ട് ടെമ്പിൾ വിച്ച് ഈസ് ഡെഡിക്കേറ്റഡ് ടു ദി ഗോഡ് വിഷ്ണു വാസ് ബിൽഡ് ബൈ വിച്ച് കിങ് ഓഫ് കംബോഡിയ? നമ്മൾ ടെമ്പിൾസിൻ്റെ ഒരു വീഡിയോ, ഫസ്റ്റ് വീഡിയോ തന്നെ ചെയ്തൊരു വീഡിയോ ആണ് ടെമ്പിൾസ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ അങ്കോർ വാട്ടിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അങ്കോർ വാട്ട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിളാണ് അല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ്. അതൊരു വിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഗോഡ് വിഷ്ണു. ഒരു വിഷ്ണു ക്ഷേത്രമാണ് അങ്കോർ വാട്ട്. അത് കംബോഡിയ, ഏത് രാജ്യത്തുമാ? കംബോഡിയയിലാണ്. അത് ഏത് രാജാവാണ് കിട്ടിയെന്നാണ് നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചോദ്യമാണല്ലേ. സൂര്യവർമ്മൻ രണ്ടാമൻ അല്ലേ. കംബോഡിയയിലെ സൂര്യവർമ്മ രണ്ടാമൻ എന്ന് പറയുന്ന രാജാവാണ് ഏത് ക്ഷേത്രം? അങ്കോർ വാട്ട് ക്ഷേത്രം നിർമ്മിച്ചത്. നമ്മൾ ടെമ്പിൾസ് എപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. സോ കൃത്യമായി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഏത്? ടെമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഇൻ 1309 ഹൂ ഇൻവേഡ് ദി കാകതീയ ഡൈനാസ്റ്റി? യെസ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. 1309 എന്ന് പറഞ്ഞാൽ ഏത് പീരീഡ് തന്നെ? ഡൽഹി സുൽത്താനേറ്റ്. വീണ്ടും അവിടുത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. കാകതീയ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ വാറങ്കൽ അല്ലേ, ഇന്നത്തെ തെലുങ്കാനയിലെ വാറങ്കൽ പ്രദേശം, അതാണ് കാകതീയ ഡൈനാസ്റ്റി. എടാ നമ്മുടെ ദേവഗിരിയും നമ്മുടെ വാറങ്കലും ഒക്കെ അറ്റാക്ക് ചെയ്തത് ആരാടാ? നമ്മുടെ 1307 ദേവഗിരിയും 1309 വാറങ്കലും ഒക്കെ പിടിച്ചത് ആരാ? അലാവുദ്ദീൻ ഖിൽജി അല്ലേ, പഠിച്ചതല്ലേ അലാവുദ്ദീൻ ഖിൽജി. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ അയാളുടെ പേരില്ല. അലാവുദ്ദീൻ ഖിൽജി ഉണ്ടോ? ഇല്ല. പക്ഷെ ഓപ്ഷൻ ഡി നോക്ക്, മാലിക് കഫൂർ. ആരാ മാലിക് കഫൂർ? അലാവുദ്ദീൻ ഖിൽജിയുടെ സൈനിക തലവൻ അല്ലേ. മാലിക് കഫൂറും അലാവുദ്ദീൻ ഖിൽജിയും ചേർന്നല്ലേ യുദ്ധങ്ങളൊക്കെ ചെയ്തത്. സോ ആൻസർ ഏതാ? മാലിക് കഫൂർ. നമ്മൾ പഠിച്ചതാ, നമ്മൾ ആ ഡൽഹി സുൽത്താന ചാപ്റ്ററിൽ പഠിച്ച സാധനമാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ കൂടെ അലാവുദ്ദീൻ ഖിൽജിയുടെ സൈനിക തലവനുണ്ട്. ആരാ സൈനിക തലവൻ? മാലിക് കഫൂർ. അങ്ങനെ മാലിക് കഫൂറും അലാവുദ്ദീൻ ഖിൽജിയും ചേർന്നാണ് എന്ത് ഈ ദേവഗിരിയും വാറങ്കലും ഒക്കെ എന്ത് ചെയ്തത്? ദേവഗിരിയും വാറങ്കലും ഒക്കെ പിടിച്ചെടുത്തു. ഓക്കേടാ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലേസസ് വാർ മെയ്ഡ് ബൈ ദി ക്യാപിറ്റൽ ഓഫ് രാഷ്ട്രകൂടാസ് ഓഫ് ദണ്ഡി ദുർഗ? എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഡൈനാസ്റ്റിയിൽ നിന്ന് നമുക്ക് 2 പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒന്ന് കൃത്യമായും ഫൗണ്ടർമാരെ പഠിച്ചിരിക്കുക, രണ്ടാമത്തത് ക്യാപിറ്റൽസ് ആണ്. കേട്ടോ, ഇതാണ് നിങ്ങൾ ഡൈനാസ്റ്റികൾ എടുത്താൽ ഫസ്റ്റ് പഠിച്ചെടുക്കേണ്ട 2 സാധനം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ക്യാപിറ്റലും അതുപോലെ തന്നെ എന്താണ്? ഫൗണ്ടറും. സോ ഇത് ഡൈനാസ്റ്റിയാ? രാഷ്ട്രകൂട ഡൈനാസ്റ്റി. രാഷ്ട്രകൂട ഫൗണ്ടറാണ് ഈ കൊടുത്തേക്കുന്ന ആരാ? ദണ്ഡി ദുർഗയാണ് ഏത് വംശം സ്ഥാപിച്ചത്? രാഷ്ട്രകൂട. അവരുടെ ക്യാപിറ്റൽ എവിടെയാണ്? സോ അവരുടെ ക്യാപിറ്റൽ ഓപ്ഷൻ സി മാന്യഘട്ട് അല്ലേ. മാൽഗഡ് അഥവാ മാന്യഘട്ടാണ് രാഷ്ട്രകൂട ഡൈനാസ്റ്റിയുടെ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സിമ്പിൾ ചോദ്യം. ഇതിലിപ്പോൾ കാഞ്ചീപുരം അവരുടെ ക്യാപിറ്റൽ കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ യെസ് നമുക്കറിയാം പല്ലവ. നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണല്ലേ, ചെയ്തൊരു വീഡിയോ ആണ്. ചോള, പല്ലവ, നമ്മുടെ പല്ലവ, വർദ്ധന അതൊക്കെ നമ്മൾ ചെയ്തതാണല്ലേ.
സോ പല്ലവാസിൻ്റെ ക്യാപിറ്റലാണ് കാഞ്ചീപുരം. അതുപോലെ പാടലിപുത്ര കുറേ ഉണ്ടല്ലേ, നമ്മുടെ മൗര്യ, അതുപോലെ സുംഗ, അതുപോലെ കൻവ, ഇവരുടെ എല്ലാം ക്യാപിറ്റൽ എവിടെയായിരുന്നു? പാടലിപുത്രയാണ്. പിന്നെ കനൂജ് നമ്മുടെ വർദ്ധനയിലെ ഹർഷവർദ്ധൻ എന്ന രാജാവിൻ്റെ ക്യാപിറ്റൽ അല്ലേ? ഏത് ഡൈനാസ്റ്റി? വർദ്ധന ഡൈനാസ്റ്റി അല്ലേ? വർദ്ധനയിലെ ഹർഷവർദ്ധൻ്റെ ക്യാപിറ്റലാണ് ഏത്? കനൂജ് എന്ന് പറയുന്നത് കേട്ടോ. കനൂജ് ആരുടെ ക്യാപിറ്റലാണ്? ഹർഷവർദ്ധൻ്റെ ക്യാപിറ്റലാണ് ഏത്? കനൂജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, വാട്ട് വാസ് ദി റൂൾ ഓഫ് നായകാസ് അണ്ടർ ദി അമരനായക സിസ്റ്റം ഓഫ് വിജയനഗര അഡ്മിനിസ്ട്രേഷൻ? അതായത് വിജയനഗര അഡ്മിനിസ്ട്രേഷനിൽ നമ്മുടെ നായകാസിൻ്റെ റോൾ എന്താണ്? ആരാണ് ഈ നായകാസ് എന്ന് പറയുന്നത്? സോ നല്ലൊരു ചോദ്യമാണ്. ഒരു പുതിയ ഒരു പാറ്റേൺ ക്വസ്റ്റ്യനാണ് ഏത്? ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ പറഞ്ഞാണ് എന്നറിയാമോ? അമരനായിക എന്ന് പറയുന്നത് നമ്മുടെ ആർമി കമാൻഡേഴ്സിന്. ആരെയാണ്? ആർമി കമാൻഡേഴ്സ്. ഓപ്ഷൻ ബി കേട്ടോ. നല്ല നമ്മുടെ വിജയനഗരം നല്ല വീണ്ടും ചാപ്റ്റർ ഏതാണ്? വിജയനഗരം തന്നെയാണ്. വിജയനഗരത്തിലെ ആർമി കമാൻഡേഴ്സിനെ കേട്ടോ ആ അഡ്മിനിസ്ട്രേഷനിൽ വിളിക്കുന്ന പേരാണെന്ത്? നായകാസ് എന്ന് പറയുന്നത്. അമരനായക സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർമിയാണ് കേട്ടോ. ആർമി സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്? അമരനായക സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇതും ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മുമ്പത്തെ തന്നെ ഒരു CDX എക്സാമിന് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു ചോദ്യം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, മൂന്നാം പാനിപ്പത്ത് യുദ്ധം വാസ് ഫോർട്ട് ബിറ്റ്വീൻ മറാത്ത എംപയർ ആൻഡ് വിച്ച് ഡൈനാസ്റ്റി? യെസ്, വീണ്ടും യുദ്ധമാണല്ലേ. അതും വളരെ ഫേമസ് ആയ മൂന്നാം പാനിപ്പത്ത് യുദ്ധം. ഏത് വർഷമാ മൂന്നാം പാനിപ്പത്ത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ് 1761 അല്ലേ? 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധം. ആരൊക്കെ തമ്മിൽ? മറാത്തയും നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന ഡുറാനി ഡൈനാസ്റ്റി. ഇതിപ്പം ആളുടെ പേരല്ല, വംശമാണ് ചോദിച്ചത് അല്ലേ? മറാത്ത എംപയർ vs അഫ്ഗാൻ ഡൈനാസ്റ്റി ആയ ഡുറാനി. സോ ഓപ്ഷൻ ഏതാ? സി. ചിലപ്പം റൂളറിൻ്റെ പേര് ചോദിക്കും. ഡുറാനിയിലെ രാജാവിൻ്റെ പേരെന്താ? അഹമ്മദ് ഷാ അബ്ദാലിയും ആരും തമ്മിൽ? മറാത്തയും തമ്മിൽ നടന്ന യുദ്ധമാണ് ഏത്? മൂന്നാം പാനിപ്പത്ത്. ഏത് വർഷം? 1761 ഈ ഒരു യുദ്ധം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ എക്സാം പോയിന്റ് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ? പാനിപ്പത്തേ ഇമ്പോർട്ടൻ്റ്. അത് ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും തേർഡ് ആണെങ്കിലും. സോ നമ്മൾ മൂന്നും പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ പാനിപ്പത്ത് കൃത്യമായി പഠിച്ചിരിക്കുക. വാറിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള യുദ്ധമാണ് ഏത്? പാനിപ്പത്ത് യുദ്ധങ്ങളെന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എടുത്തേനെ പറയാം, റിപ്പീറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഈ ഒരു സെറ്റിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെറ്റിൽ. സോ ഇപ്പോൾ ഇനി അടുത്ത ജോഗ്രഫിയുടെയും പൊളിറ്റിയുടെയും ഒക്കെ തന്നെ നമുക്ക് ഈ വർഷം ചോദിച്ച എല്ലാം ഞാൻ പറഞ്ഞത് RPF എക്സാമിന് SI ചോദിച്ചത് ഒരു 90% ചോദ്യങ്ങളും ഇതേ വർഷം നമ്മുടെ ഈ വർഷം തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ നമുക്ക് അടുത്തൊരു സെറ്റുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.